നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയ സംഘപരിവാരത്തിനെതിരെ ആഞ്ഞടിച്ച് മംഗളൂരുവിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. 1 മണിക്കൂറോളം നീണ്ട പ്രസംഗം. RSSനെതിരായ കുറ്റപത്രമായി. വിരട്ടലിന് മുന്നിൽ പതറില്ലെന്നും പിണറായി. ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. എതിരാളികളെ കൊന്നിട്ടുണ്ടെന്ന പ്രസംഗത്തിൽ കെ സുരേന്ദ്രനെതിരെ DGPക്ക് M സ്വരാജിന്റെ പരാതി. അപമാനിതയാകേണ്ടത് താനല്ല എന്ന പ്രഖ്യാപനവുമായി നടി പുതിയ സിനിമയിൽ അഭിനയിക്കാനെത്തി. നാളെ മാധ്യമങ്ങളെ കണ്ടേക്കും. അസാമാന്യ ധീരയായ സഹപ്രവർത്തകയോട് ആദരവെന്ന് പൃഥ്വിരാജ്. സ്ത്രീകളെ അപമാനിക്കുന്ന സിനിമകളുടെ ഭാഗമാകില്ലെന്നും പൃഥ്വിരാജ്. പ്രതികളെ നടി തിരിച്ചറിഞ്ഞു. പാടരുത് എന്ന നിബന്ധനയെ തുടർന്ന് ഗായിക വിജയലക്ഷ്മി വിവാഹത്തിൽ നിന്ന് പിന്മാറി. പ്രതിഷ്ഠിത വരൻ മുന്നോട്ട് വെച്ചത് അധ്യാപികയാകാം, സംഗീത പരിപാടികൾ നടത്തരുത് എന്ന നിബന്ധന. പാടാതിരിക്കാനാവില്ലെന്ന് വിജയലക്ഷ്മി. ഉത്തർപ്രദേശിൽ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. അമേഠിയിലെയും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെയും 51 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. പൂനെ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 333 റൺസിന്. ഒക്കീഫയ്ക്ക് 10 വിക്കറ്റ് നേട്ടം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി. മംഗളൂരുവിൽ ജയിച്ചത് ആര്? RSSനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമാണ് RSSന് ഉള്ളതെന്നും RSSന്റെ ഭീഷണിക്ക് മുന്നിൽ പതറുന്നവനല്ല താനെന്നും പിണറായി മംഗളൂരുവിലെ റാലിയിൽ പറഞ്ഞു. സംഘപരിവാറിന്റെ ബന്ധും ഭീഷണിയും നിലനിൽക്കുന്നതിനിടെയായിരുന്നു CPM മതസൗഹാർദ്ദ റാലി നടത്തിയത്. കർണാടക സർക്കാർ ഒരുക്കിയ കർശന സുരക്ഷയെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രശംസിക്കുകയും ചെയ്തു. മംഗളൂരു ജ്യോതി സർക്കിളിൽ നിന്നുമാണ് ആയിരങ്ങൾ അണിനിരുന്ന CPMന്റെ മതസൗഹാർദ്ദ റാലി ആരംഭിച്ചത്. നാല് മണിക്ക് നെഹ്റു മൈതാനിയിലെ പൊതുസമ്മേളന വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി. പ്രസംഗിക്കാനായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ മുദ്രാവാക്യം വിളികൾ ഉയർന്നു. RSSന്റെ അസഹിഷ്ണുത തുറന്നുകാട്ടിക്കൊണ്ടാണ് പിണറായി പ്രസംഗം ആരംഭിച്ചത്. സംഘപരിവാറിനെ അറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ തന്നോട് RSSന്റെ ഭീഷണി വേണ്ടെന്ന് പിണറായി. മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയൻ ഉണ്ടായിരുന്നെന്നും ഊരിപ്പിടിച്ച വടിവാളുകൾക്ക് മുന്നിൽ പോലും പതറിയിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഈ പറയുന്ന RSSകാർക്ക് അറിയില്ലെങ്കിൽ പഴയ RSSകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഇപ്പോ എന്ത് ചെയ്തു കളയുന്നതാണ്. നേരത്തെ മധ്യപ്രദേശിൽ സർക്കാർ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തത്. മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ ആരെതിർത്താലും പരിപാടിയിൽ സംബന്ധിക്കുമായിരുന്നെന്നും പിണറായി പറഞ്ഞപ്പോൾ പ്രവർത്തകർ ഹർഷാരവം മുഴക്കി. സംഘപരിവാർ ഭീഷണിക്കിടയിലും CPM പരിപാടിക്ക് കനത്ത സുരക്ഷയൊരുക്കിയ കർണാടക സർക്കാരിനെ അഭിനന്ദിച്ചാണ് പിണറായി പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും ഭീഷണി വകവെക്കാതെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മംഗളൂരുവിൽ CPMന് പൊതുപരിപാടി സംഘടിപ്പിക്കാനായത് ചരിത്രമായി. സ്വരൂപ് നിവേദിക്കൊപ്പം പ്രദീപ് നാരായണൻ, News 18 മംഗളൂരു. CPM നേതാവ് ശ്രീ CH കുഞ്ഞമ്പു, അദ്ദേഹം മംഗലാപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. BJP നേതാവ് ശ്രീ VV രാജേഷ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു കോഴിക്കോട്ട് എത്തിച്ചേരും. ആദ്യം ശ്രീ VV രാജേഷ്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് ഇമ്മട്ടിലുള്ള പ്രസംഗം നടത്തിക്കേണ്ടിയിരുന്നില്ല എന്ന തോന്നലുണ്ടോ? സനീഷ്, രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും ചെയ്തത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, നാളെയും ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ശ്രീ പിണറായി വിജയനെതിരെ കേരളത്തിൽ CPM അക്രമം അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ തുടരും. അതിൽ യാതൊരു പശ്ചാത്തലവുമില്ല, കുറ്റബോധവുമില്ല. ശക്തമായി ഈ രാജ്യം മുഴുവനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നോ അത്? മുഖ്യമന്ത്രി ആയ പിണറായി വിജയനെ
കാലുകുത്താൻ അനുവദിക്കുകയില്ല ഈ സ്ഥലത്ത് എന്ന പ്രഖ്യാപനം എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാകുന്നത്? ഒരു മുഖ്യമന്ത്രിയെ, ജനപ്രതിനിധിയെ, ഇനി അങ്ങനെയല്ലാത്ത ഒരാളെ ഈ നാട്ടിൽ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യപരമാകുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും അദ്ദേഹത്തെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യപരമായിരുന്നു. നരേന്ദ്രമോദി ശിവഗിരിയിൽ സന്ദർശിച്ചതിന് ശേഷം അവിടെ മാസങ്ങളോളം ഒരു LDFന്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ആ വേദിയിൽ പോലും കയറാതെ അവിടെ ചാണകവെള്ളം തളിച്ചത് ജനാധിപത്യപരമായിരുന്നു. നരേന്ദ്രമോദിയെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് കത്തയച്ചത് ജനാധിപത്യപരമായിരുന്നു. കെ സുരേന്ദ്രൻ കാസർഗോഡ് ചീമേനിയിൽ പ്രസംഗിക്കാൻ പോയപ്പോഴേക്കും വത്സൻ തില്ലങ്കരെയും കെ സുരേന്ദ്രനെയും 3000-ഓളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമി സംഘം വളഞ്ഞു വെച്ച് ജനാധിപത്യപരമായിരുന്നു. അന്ന് ഈ മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? അതൊക്കെ ജനാധിപത്യപരമായിരുന്നുവെങ്കിൽ ഇതും ജനാധിപത്യപരം തന്നെയാണ്. ജനാധിപത്യം ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും ചർച്ച ചെയ്യണം. വിസ്മയയുടെ 7ാം ക്ലാസ് പഠിക്കുന്ന വിസ്മയയുടെ അച്ഛൻ സന്തോഷിനെ വെട്ടി കൊലപ്പെടുത്തിയ ജനാധിപത്യപരമായിരുന്നു. മറുപടി പറയണ്ടേ? തിരിച്ചു വരാം. CH കുഞ്ഞമ്പു, മറുപടി എന്താണ്? ജനാധിപത്യ വിരുദ്ധരും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളുമാണ് നിങ്ങൾ എന്നത് നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക, അക്കാര്യം പറയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനായോ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലൂടെ? ഇന്ന് മുഖ്യമന്ത്രി മംഗലാപുരം പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ വിവരം അറിഞ്ഞതോടുകൂടി RSS സംഘപരിവാർ മംഗലാപുരത്ത് ഹർത്താൽ പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രിയുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായി പാർട്ടിയുടെ ഒരു പരിപാടി നടക്കാത്ത രൂപത്തിൽ അവിടെ കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി ആകെ നടത്തിയത്. ബന്ദ് പ്രഖ്യാപിച്ചാൽ മുഖ്യമന്ത്രി പിന്മാറിക്കളയുമെന്നാണ് ഇവർ കരുതിയത്. ബന്ദ് നടത്തി, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ആവശ്യമില്ലാത്തൊരു ബന്ദ് നടത്തി ജനങ്ങളെ വലച്ചു വന്നതിൽ കവിഞ്ഞ് മംഗലാപുരത്ത് അതിഗംഭീര പരിപാടിയാണ് നടന്നത്. 10,000-കണക്കിന് ആളുകൾ ആ റാലിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പ്രസംഗിച്ചു. RSSൻ്റെ ഒരു പൊടി പോലും, സംഘപരിവാറിൻ്റെ ഒരു പൊടി പോലും അവിടെ എങ്ങാനും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നവർ കേരളത്തിൽ 205 സഖാക്കളെ വെട്ടിനുറുക്കി കൊന്നവരാണ് RSSകാർ. അതേക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത്? അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് RSS പറയേണ്ട. അക്രമ രാഷ്ട്രീയം നടത്തുന്നത് ആരാണെന്നത് കേരളത്തിലെ ജനങ്ങൾക്ക്, രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. പിണറായി വിജയനെ പേടിപ്പിച്ച് കളയാമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നതല്ല എന്ന് ഇനിയെങ്കിലും RSS മനസ്സിലാക്കുന്നത് നല്ലത്. ശ്രീ VV രാജേഷ്, പിണറായി വിജയനെ പേടിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് താങ്കൾ, കെ സുരേന്ദ്രൻ, B ഗോപാലകൃഷ്ണൻ, AN രാധാകൃഷ്ണൻ എന്നൊക്കെ, B ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞത് എവിടെ ചെന്നാലും ഞങ്ങൾ അദ്ദേഹത്തെ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്നാണ്. ഇതിപ്പോൾ കേരളമാണെങ്കിൽ ഇവർക്ക്, CPMകാർക്ക് കുറച്ച് രാഷ്ട്രീയമായിട്ട് മുൻതൂക്കമുള്ളൊരു നാടാണ് എന്ന് വെക്കാം. പക്ഷേ അവിടെ അല്ലാതെ സംഘപരിവാര രാഷ്ട്രീയത്തിന് വലിയ ആക്കമുള്ള നല്ല നേതാക്കളും പ്രവർത്തകരുമൊക്കെയുള്ള ഒരു നാട്ടിൽ ചെന്ന് വളരെ കൂളായി നിന്ന് RSSൻ്റെ തുടക്കം മുതൽ അവസാനം വരെ CPMന് RSSനെ കുറിച്ചുള്ള വിലയിരുത്തൽ വിളിച്ചു പറയാൻ അവസരം നൽകിയതിലൂടെ പിണറായി വിജയൻ അവസാനം അദ്ദേഹത്തിൻ്റെ ബ്രണ്ണൻ കോളേജ് കാലം തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെ വന്ന ആളാണ് എന്ന വളരെ ഹീറോയിക്കായിട്ടുള്ള പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന് ഹീറോ ആകാനുള്ളൊരവസരം ഒരുക്കിക്കൊടുത്തു എന്നത് രാഷ്ട്രീയമായിട്ടുള്ള വീഴ്ചയായിപ്പോയി എന്നുള്ളിലെങ്കിലും താങ്കൾ കാണുന്നുണ്ടാകില്ലേ? അല്ല, അദ്ദേഹം ഹീറോ ആകുന്നോ അദ്ദേഹം സീറോ ആകുന്നോ എന്നുള്ളത് ഞങ്ങളുടെ മുമ്പിലുള്ളൊരു പ്രശ്നമേ അല്ല. ഒരു സ്ഥലത്ത് നിരോധനാജ്ഞ ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച് 4000 പോലീസുകാരും 10-15 SP-മാരും IPS ഉദ്യോഗസ്ഥന്മാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ, SI-മാർ ഒക്കെ നിന്നിട്ട് ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കേണ്ടി വരുന്നു. ഇന്ത്യ മുഴുവനും പിണറായി വിജയൻ എവിടെ പോയാലും അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന് പറയുമ്പോഴേക്കും ഏത് ജനാധിപത്യ ബോധമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ പോകുന്നത്? നിങ്ങൾ പറയൂ. മറ്റൊന്ന്, ഇവിടെ ഈ കുഞ്ഞമ്പു, CPM നേതാവ്, അദ്ദേഹം പറഞ്ഞല്ലോ കൊലപാതകത്തിന്റെ കണക്ക്. ഞാൻ കുഞ്ഞമ്പുവിനോട് ചോദിക്കുന്നു, കൊലപാതകത്തിന്റെ കണക്ക് പറഞ്ഞാൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണനായിരുന്നു. കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ ആരംഭിച്ച് അതിന് ഹരിശ്രീ കുറിച്ചത് പിണറായി വിജയൻ. അതിലേക്ക് പോകേണ്ട ശ്രീ VV രാജേഷ്, ഒന്ന് പലതവണയായിട്ട് അത് ബോറടിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്കത് രണ്ടുപേർക്കും ആവശ്യമാണെങ്കിലും അതിലേക്ക് പോകണ്ട. നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് നിൽക്കാം. അതായത് ജനാധിപത്യപരമായിട്ട് അദ്ദേഹത്തോട് പറയുന്നത്
അല്ല, ആ കാര്യം വ്യക്തമാണ്, പലതവണ കേട്ടതാണ്, നാട്ടുകാർക്ക് ബോറടിക്കും അത് കേട്ടാൽ. അതുകൊണ്ട് ഈ പറയുന്ന കൊലപാതകം ആരാണ് ചെയ്തത് എന്നതിലേക്ക് പോകാതെ ജനാധിപത്യ വിരുദ്ധമായിട്ട് ആണ് CPM പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ ജനാധിപത്യ വിരുദ്ധമായിട്ട് തന്നെയാണ് ഞങ്ങളും നേരിടുക എന്നാണോ നിങ്ങളുടെ ലൈൻ? അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്നത്തെ പ്രസംഗത്തിലൂടെ പിണറായി നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? എൻ്റെ സതീഷ് എന്താ പറയുന്നത്? ഞങ്ങൾ ജനാധിപത്യപരമായിട്ടല്ലേ നേരിടുന്നത്. സുരേന്ദ്രൻ ഇന്നലെ പ്രസംഗിച്ചത് വളരെ തുറന്ന സ്ഥലത്ത് ജനാധിപത്യപരമായ രീതിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന് പ്രസംഗം വെരിഫൈ ചെയ്ത് കേസെടുക്കാൻ. സുരേന്ദ്രൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞങ്ങളെങ്ങും ഓടി ഒളിച്ചില്ലല്ലോ. ഞങ്ങൾ CPMന്റെ പ്രവർത്തനങ്ങളെ നേരിടുന്നത് ജനാധിപത്യപരമായിട്ട് തന്നെയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചല്ലേ ഞങ്ങൾക്ക് MLA ഉണ്ടായത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചല്ലേ എല്ലാ സ്ഥലങ്ങളിലും അധികാരത്തിൽ നിന്ന്. മറിച്ച് CPM ചെയ്യുന്നതോ അവർക്ക് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളിൽ മറ്റു പാർട്ടിക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ കള്ളവോട്ട് ചെയ്യുന്നു. പശ്ചിമ ബംഗാളിൽ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലാണ് ജനാധിപത്യ ധ്വംസനം നടക്കുന്നത്, ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്നത്. എന്നാൽ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ CPMന് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ജനാധിപത്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയാണ്. പിന്നെ കേൾവിക്കാർക്ക് ബോറടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ശ്രീ കുഞ്ഞമ്പു അത്തരം കാര്യങ്ങൾ പറയുന്നതാണ് താങ്കൾ തടയേണ്ടത്. അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ പിണറായിയുടെ ചരിത്രം ഓർപ്പിച്ചത്. കണക്ക് ബോറടിപ്പിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തെയും പോകാൻ പോകുന്നില്ല. ശ്രീ PM സുരേഷ് ബാബു, ഇതിപ്പോൾ BJP വിചാരിക്കുന്നത്, VV രാജേഷ് പറയുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. താങ്കളുടെ നോട്ടത്തിൽ മംഗളൂരുവിൽ ആരാണ് വിജയിച്ചത്? അതായത് പിണറായി വിജയൻ RSS എന്ന സംഘടനയുടെ, സംഘപരിവാര തലപ്പത്തുള്ള സംഘടനയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ സമഗ്രമാക്കി അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അക്കൂട്ടത്തിൽ അതിന് അവസാനം അദ്ദേഹം ഞാൻ ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നയാളല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശത്തിലാക്കുന്ന നല്ല പ്രസംഗവും നടത്തി. അദ്ദേഹത്തിന് കേരളമല്ലാത്തൊരിടത്ത് നല്ല വേദി ഉണ്ടാക്കി കൊടുത്തത്, അതിനകത്ത് ഈ പറയുന്ന RSSനെതിരായുള്ള ചീത്ത പേര് ഒന്നുകൂടെ സ്ഥാപിപ്പിക്കാവുന്ന വിധത്തിലുള്ള പ്രസംഗം നടത്താൻ അനുവദിച്ചത് ഏത് നിലക്കുള്ള വീഴ്ചയായിട്ടാണ്, രാഷ്ട്രീയമായിട്ടുള്ള മണ്ടത്തരമായിട്ടാണ് താങ്കൾ കാണുന്നത്? അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ? അവിടെ ആരാണ് വിജയിച്ചത്? അല്ല, അവിടെ പരാജയപ്പെട്ടതാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. അവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ ശക്തികൾ തന്നെയാണ്. പരാജയമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ പരാജയം ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ പ്രസംഗിക്കാൻ അവസരമുണ്ടാക്കി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതൊരു വേറൊരു സൈഡ് ട്രാക്കാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി അവർ ഉയർത്തിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. ശ്രീ സുരേന്ദ്രൻ നേരത്തെ പ്രസംഗിച്ചത് ബീഹാറിൽ ഞങ്ങളുണ്ട്, ഒറീസയിൽ ഞങ്ങളുണ്ട്, UP യിൽ ഞങ്ങളുണ്ട്, ആന്ധ്രയിൽ ഞങ്ങളുണ്ട്, കർണാടകത്തിൽ ഞങ്ങളുണ്ട്, അവിടെയൊക്കെ പോകുന്നത് സൂക്ഷിച്ചോളൂ എന്ന അർത്ഥത്തിലാണല്ലോ ഈ പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയല്ല എന്ന് തന്നെ വിചാരിക്കുക. സംഘപരിവാർ രാഷ്ട്രീയ ശക്തിയെ രാഷ്ട്രീയമായി എതിർക്കുന്നു എന്ന കാരണത്താൽ ഒരു മുഖ്യമന്ത്രിക്ക്, ആ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ത്യയിൽ BJPക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പാടില്ല എന്ന് പറയുന്ന സ്വേച്ഛാ സമീപനം, ധാർഷ്ട്യ സമീപനം, അധികാരത്തിലുണ്ടെന്നുള്ള ധിക്കാരത്തിൻ്റെ ഒരു സമീപനം, ആ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരാജയമായിട്ട് നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും. അവിടെയാണ് ഒരു ഭരണകക്ഷിക്ക്, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രബലമായ കുറേ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കാനുള്ള ചുമതലാബോധം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ തന്നെ സംഭവത്തിനെ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പരാജയം സംഭവിച്ചിരിക്കുന്നു BJP RSS രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്ക് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. തിരിച്ചു വരാം. ശ്രീ CH കുഞ്ഞമ്പു, പരാജയം സംഭവിച്ചത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്ത സംഘപരിവാര ശക്തികൾക്കാണെങ്കിൽ ശ്രീ PM സുരേഷ് ബാബുവും താങ്കളും അങ്ങനെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട നന്ദി, ആദരവ് അർപ്പിക്കേണ്ടത് സിദ്ധരാമയ്യക്കാണ്, അവിടുത്തെ സർക്കാരിന്, കോൺഗ്രസ് സർക്കാരിന്. അതായത് ഇതിവിടെ നടക്കുകയില്ല. ഞങ്ങളോട് രാഷ്ട്രീയ എതിർപ്പുള്ള CPMൻ്റെ നേതാവാണെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സുരക്ഷയെല്ലാം ഒരുക്കാം, അങ്ങേയറ്റം കർക്കശമായ സുരക്ഷ ഒരുക്കും എന്ന നിലപാട് സ്വീകരിച്ച ആ സംസ്ഥാനത്തെ സർക്കാരിനെ നിങ്ങൾ അവിടെ അഭിനന്ദിക്കുകയുണ്ടായി. പിണറായി വിജയൻ തന്നെ അഭിനന്ദിക്കുകയുണ്ടായി. അത് കേരളത്തിലടക്കം
ആരൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീ VT ബലറാമിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതായി കണ്ടു. കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലേറുണ്ടായ സ്ഥലമാണ് കേരളം. നിങ്ങൾക്ക് കൂടെ പാഠമാണ് രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യത്തിന് വഴങ്ങിയിട്ടുള്ള പ്രസംഗം നടത്താൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ജനാധിപത്യപരമായിട്ടുള്ള സ്പേസ് അനുവദിക്കണം എന്ന് നിങ്ങൾക്ക് കൂടിയുള്ള പാഠമാണ് സിദ്ധരാമയ്യ സർക്കാർ നൽകിയത് എന്ന ഒരു വിലയിരുത്തലിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അല്ല, ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവിടെ എന്താ സംഭവിച്ചത് പിണറായി വിജയനെ കർണാടകയിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ഞങ്ങൾ കാലുകുത്താൻ വിടില്ല എന്ന വെല്ലുവിളിയാണ് നടത്തിയത്. എന്നിട്ടോ അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ മനസ്സിലുള്ളത് ഹർത്താൽ കേട്ട് ഭയന്ന് പിണറായി വരാതിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെ ഹർത്താൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം വരുന്നില്ല എന്നതല്ല, ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് ഇന്ന് അവിടെ ഒരു RSSനെയും ഒരു BJPയെയും കണ്ടില്ലല്ലോ. 10,000-കണക്കിന് ആളുകൾ വന്നു, ഗംഭീര പ്രസംഗം നടത്തി. അവിടെ കർണാടക സർക്കാർ സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്ത് പോകുമ്പോൾ കൊടുക്കേണ്ടുന്ന സുരക്ഷ അതിഗംഭീരമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നത് BJP എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ നേരത്തെ ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ലേ ഇത്ര പ്രവണത തുടങ്ങിയത്? ഇത് CPMും BJPയും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ? ഈ പറയുന്ന അക്രമ സംഭവങ്ങൾ ഇതിന് മുമ്പും ഉണ്ടായിട്ടില്ലേ? എന്ത് അന്നൊന്നും ഇതുപോലെ RSSും BJPയും ഉറഞ്ഞു തുള്ളുന്നത് എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴെന്തേ നരേന്ദ്രമോദിയുടെ ഈ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഉറഞ്ഞു തുള്ളലും ഒരു അഹങ്കാരവും ഒരു ദാഷ്ട്യവും ഒരു ധിക്കാരവും തോന്നിയാസവും എല്ലാം ഈ രാജേഷിനും ഈ പറയുന്ന കുറച്ച് BJP നേതാക്കന്മാർക്കും ഇപ്പോൾ ഉണ്ടാകുന്നത്? ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, BJPക്ക് പക്വതയുള്ള നേതൃത്വമില്ല. BJPക്ക് ജനാധിപത്യ ബോധമുള്ള ഒരാൾ പോലും അതിനകത്തില്ല. തനി തോന്നിയാസവും ചെറ്റത്തരവും കൊണ്ട് എന്തും നേടിയെടുക്കാം എന്ന തോന്നലാണ് BJP നയിക്കുന്നത്. അതൊന്നും കേരളമെന്നല്ല, ഈ രാജ്യത്ത് ഒരാളും അനുവദിക്കാൻ പോകുന്നില്ല. എല്ലാ മതേതര ജനാധിപത്യവാദികളും ഇക്കാര്യത്തിൽ യോജിച്ചണിനിരക്കുമെന്ന കാര്യമാണ് ഇന്ന് കർണാടക ദർശിച്ചത്. നിങ്ങൾക്ക് പക്വതയുള്ള നേതൃത്വമില്ല എന്നൊരാക്ഷേപമാണ് ശ്രീ VV രാജേഷ് ഉന്നയിക്കുന്നത്. അത് ഈ രാജ്യത്തെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ട് ശീലിച്ച ആളുകൾക്ക് കുറേയൊക്കെ ശരിയില്ലേ എന്ന തോന്നലുണ്ടാകുന്ന പല ആളുകളും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല, ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അതൊരു പക്വതയില്ലായ്മയാണ് എന്നൊരു തോന്നൽ സ്വയം വിമർശനത്തിന് സമയമായിട്ടുണ്ടോ? ഈ ശ്രീ കുഞ്ഞമ്പൂവിനോട് എനിക്ക് പറയാനുള്ളത്, ഞാനും താങ്കളും തമ്മിൽ ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തില്ല, പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേയും കുറച്ചുകൂടി മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഞാൻ പറയുന്നില്ല, ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വം എവിടെയാണുള്ളതെന്ന് ഇപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സനീഷേ, ഇവിടെ പക്വതയുടെ പ്രശ്നമല്ല. പക്വതയില്ല എന്നുണ്ടെങ്കിൽ BJPക്ക് 2% വോട്ടിൽ നിന്നും 15% വോട്ടായി വളരാൻ സാധിക്കുകയില്ലല്ലോ. ഞങ്ങളുടെ ഇതേ നേതൃത്വം കെ സുരേന്ദ്രന്റെയും MT രമേശിന്റെയും V മുരളീധരന്റെയും കുമ്മൻ രാജശേഖരന്റെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ തന്നെ നേതൃത്വം തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് ഇത്രത്തോളം വോട്ട് പിടിക്കുന്നത്. പക്വതയുള്ള നേതൃത്വം ആയതുകൊണ്ടാണല്ലോ ശ്രീ മിസ്റ്റർ കുഞ്ഞമ്പു താങ്കൾ 3ാം സ്ഥാനത്തേക്ക് പോയത്. വെറും 83 വോട്ടിലെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ, താങ്കൾക്ക് ഞാൻ പറയാതെ കഥകളൊക്കെ അറിയാമല്ലോ, സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടല്ലേ ഭരണം നടത്തിയത്. അങ്ങനെയുള്ള നാണംകെട്ട നടപടികൾ സ്വീകരിച്ചല്ലേ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. പക്വത ആർക്കാ? നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ ഉള്ളത്? യാതൊരു കുറ്റബോധവും ഇല്ലാതെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത് കൊടുത്തില്ലേ നിങ്ങളൊക്കെ തന്നെ മഞ്ചേശ്വരത്ത്? സുരേന്ദ്രന്റെ പക്വത കുറവുള്ളത് കൊണ്ടാണോ? അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു പക്വതയുള്ള സുരേന്ദ്രൻ. അതോട് ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഇന്നിപ്പോൾ ഞങ്ങൾ തടയും, ഹർത്താൽ നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്ന സംഘപരിവാരം പക്ഷേ അക്കാര്യത്തിൽ അവസാനം ജനാധിപത്യത്തിന് വഴങ്ങി, ജനാധിപത്യപരമായിട്ട് പിന്മാറി. പരിപാടി നടന്നുകൊള്ളട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. വേണമെങ്കിൽ അത് അക്രമോത്സുകമായി തടയാനുള്ള ശേഷിയൊക്കെയുള്ള പാർട്ടിയാണല്ലോ, പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ പരിപാടി നടക്കട്ടെ എന്ന നിലപാടിലേക്ക് താങ്കളുടെ പാർട്ടി എത്തിച്ചതോ എത്തിയിട്ടുണ്ട്. എന്തായാലും അത് ഈ പക്വതയില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള നേതൃത്വത്തിന് മേൽ രാജഗോപാലും കുമ്മനം രാജശേഖരനെയും പോലുള്ള മുതിർന്ന നേതാക്കൾ എടുത്ത നിലപാട് കൊണ്ടാണ് എന്നുകൂടെ കേൾക്കുന്നുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച് അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് അതിൽ നിർണായകമായത് കുമ്മനത്തിൻ്റെയും രാജഗോപാലിൻ്റെയും നിലപാടുകളാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രക്ക് മോശമായിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനമൊഴിയുമെന്ന് പോലും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്ന വാർത്ത കാണുന്നു. അത് കണ്ണൂരിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയ്ക്ക് ഇമ്മട്ടിലുള്ള പക്വതയില്ലാത്ത നിലപാടുകൾ വലിയ വിഘാതമാകുമെന്ന നിലപാട് അവർ സ്വീകരിച്ചു എന്നും കേൾക്കുന്നു. നിങ്ങൾക്ക് പക്വതയില്ലായ്മയുണ്ട് വലിയ തോതിൽ എന്നതിനുള്ള തെളിവായിട്ടല്ലേ അത്തരം വാർത്തകളെ കാണേണ്ടത്, അത്തരമൊരു നിലപാടെടുക്കലിനെ കാണേണ്ടത്?
അങ്ങനെ ഒന്ന് രാജിവെച്ച് പോകാൻ വേണ്ടിയല്ലല്ലോ കുമ്മൻ രാജയുടെ ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ആയത്. മറ്റൊന്ന്, ഇങ്ങനെ സനീഷ് പറഞ്ഞ തരത്തിൽ ഒരു കാര്യങ്ങൾ നടക്കുന്നുവെന്ന് BJPയുടെ വക്താക്കളോ കുമ്മന രാജേട്ടനോ രാജേട്ടനോ സുരേന്ദ്രനോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി അങ്ങനെ റിലീസ് ഇറക്കിയിട്ടുണ്ടോ? ഏതോ ഓൺലൈൻ മീഡിയയിൽ ഒന്നല്ലേ താങ്കൾ പറയുന്നത്? ഇത്തരത്തിൽ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വിലക്ക് എങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ VV രാജേഷ് ഇന്നലെ രാത്രി വരെ വളരെ അക്രമോത്സുകമായിട്ട് ഞങ്ങൾ ഇത് തടയും അദ്ദേഹത്തെ എന്ന് പറഞ്ഞ ആളുകൾ പിന്നോട്ട് പോയത്? സനീഷ് തന്നെ പറഞ്ഞല്ലോ അക്രമം കാട്ടാനുള്ള ശക്തിയുണ്ട് എന്നൊക്കെ. എന്തായാലും അക്രമമൊന്നും ഞങ്ങൾ കാട്ടുകയില്ല എന്നൊക്കെ. ഞങ്ങളുടെ അവിടുത്തെ ശക്തി, ഞങ്ങളുടെ സംഘടനാ ശേഷിയെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ സംഘടന, അത് RSS ആകട്ടെ BJP ആകട്ടെ, ഞങ്ങളുടെ ഒരു 100ഓളം വരുന്ന മറ്റു ചെറിയ സംഘടനകൾ ഒരുപാടുണ്ട്, 60-70 സംഘടനയുണ്ട്. ഈ സംഘടനകളൊക്കെ തന്നെ തികച്ചും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒരു ഗവൺമെന്റ് സുരക്ഷാ സംവിധാനം ഒരുക്കി നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഞങ്ങളുടെ പ്രസ്ഥാനം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ പറഞ്ഞത് കള്ളമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ പറഞ്ഞത്, ശ്രീ VV രാജേഷ്, ശ്രീ സുരേന്ദ്രൻ, ശ്രീ B ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ശരിയല്ലാത്ത ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി വാങ്ങാനുള്ള പറച്ചിൽ മാത്രമായിരുന്നു എന്നല്ലേ കേൾക്കേണ്ടത്? അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി വാങ്ങാനായിട്ട് ഒരു ദിവസം ഒന്ന് പറയുക, പിറ്റേന്ന് പക്ഷേ എല്ലാത്തിനും വഴങ്ങുക എന്ന നിലപാടെടുക്കുന്ന പാർട്ടിയും നേതാക്കളുമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പൊ സനീഷ് പറയുന്നത് എന്താ? ഇന്ന് കേരള മുഖ്യമന്ത്രി മംഗലാപുരത്ത് കാല് കുത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കണമെന്നായിരുന്നു താങ്കൾ പറയുന്നത്. എന്റെ സനീഷ്, ഞങ്ങൾ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് വളരെ ഓപ്പണായിട്ട് സുരേന്ദ്രൻ ഞങ്ങളുടെ സംഘടനയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതിനെ താങ്കളുടെ രീതിയിൽ വ്യാഖ്യാനിച്ചോളൂ. പക്ഷേ ഇവിടെ ഞാൻ 2 പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ സനീഷ്. സുരേഷ് ബാബു സാർ പറഞ്ഞൊരു പോയിന്റ് മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഞങ്ങൾ എതിർക്കുന്നു, അതുകൊണ്ടാണെന്ന്. അല്ല, പിണറായി വിജയനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ എതിർക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്, സോണിയാഗാന്ധിയാണ്, AK ആന്റണിയാണ്, കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവർക്കൊന്നും എതിരായിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉൾപ്പെടെ സംഘടിപ്പിക്കാറില്ലല്ലോ. പിണറായി വിജയനെ ഞങ്ങൾ എതിർക്കുന്നത് അദ്ദേഹം ശാരീരിക ആക്രമണം ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് അണികൾക്ക് നിർദ്ദേശം നൽകുന്നു. അതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടി അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്നത്. ഞങ്ങളിതൊക്കെ ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ വിസ്മയയ്ക്ക് അച്ഛനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഞങ്ങളുടെ വിമലാകുമാരി അവർ തീയിട്ട് കൊന്നു CPM നേതാക്കന്മാർ. ഒരു നിമിഷം ശ്രീ VV രാജേഷ്, എനിക്ക് അവരോട് ബഹുമാനക്കുറവുണ്ടായിട്ടല്ല, അതേ കണക്ക് അവരും പറഞ്ഞാൽ നമ്മുടെ ചർച്ചയ്ക്കുള്ള സമയം തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന ആളുകളോട് ബഹുമാനമില്ലാഞ്ഞിട്ടോ അഭിഷേകങ്ങളോട് പ്രശ്നമില്ലാഞ്ഞിട്ടല്ല. അദ്ദേഹം ഓരോരോ പേരുകൾ പറയും, അതിനോട് നിൽക്കട്ടെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ നിങ്ങളുടെ സർക്കാരിന് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാനായതുകൊണ്ട് അവിടെ പിണറായി വിജയൻ പ്രസംഗിക്കാനായി. അദ്ദേഹം മറ്റൊരു ഉദാഹരണം പറഞ്ഞു. മധ്യപ്രദേശിൽ പോയപ്പോൾ തിരിച്ചു പോയതിനെ താങ്കളുടെ പാർട്ടിയുടെ യുവ നേതാക്കളടക്കം പരിഹസിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, മുഖ്യമന്ത്രിയായിട്ട് പോകുമ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിലക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് വഴങ്ങുകയാണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അവിടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ അധികാര സംഘം സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രധാനമാണ് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് ജനാധിപത്യപരമായ നിലപാട് സ്വീകരിച്ചു എന്നതിനുള്ള ഉദാഹരണമായിട്ട് RSS BJP ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നതിനുള്ള ഉദാഹരണമായിട്ട് ഈ സംഭവങ്ങളെ ആകെപ്പാടെ കാണുക എന്നതാണോ വേണ്ടത്? ഈ BJP നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഏത് സംസ്ഥാനത്ത് പോയാലും ഞങ്ങൾ അവിടെ ഉണ്ട്, അത് ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കണം, കാലുകുത്താൻ അനുവദിക്കില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് ജനാധിപത്യ വിരുദ്ധതയുടെ മകുടോദാഹരണങ്ങൾ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മുഖ്യമന്ത്രിയോട് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനോട് മാത്രമല്ല. ശ്രീ VV രാജേഷ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. VV രാജേഷ് പറഞ്ഞത് ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായി എതിർക്കുന്നത് കോൺഗ്രസിനെയാണെന്നുള്ളത് സത്യമാണ്, അംഗീകരിക്കുന്നു. ഞങ്ങളും എതിർക്കുന്നത് CPM-നേക്കാൾ കൂടുതൽ ഞങ്ങളും രാഷ്ട്രീയമായി എതിർക്കുന്നത് BJP-യെയാണ്. അവരൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയും ഒരു ചിന്ത നൽകുന്നതാ, ചിന്തയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയായിട്ട് പോലും എനിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്
എന്ത് നടപടികൾ ഉണ്ടായാലും ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡൽഹിയിലെ കേരള ഹൗസിലെ സംഭവമായാലും ഭോപ്പാലിലെ സംഭവമായാലും ഇപ്പോഴിവിടെ കർണാടകത്തിൽ അവർ കാണിച്ചിട്ടുള്ളതായാലും അതൊന്നും പാടില്ലാത്തൊരു വിഷയമാണ്. നമുക്ക് പറയാം, പ്രതിഷേധിക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനോടൊക്കെ നമുക്കുള്ള വിയോജിപ്പ് ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് പ്രകടമാക്കാം. അതിന് പകരം സഞ്ചാര സ്വാതന്ത്ര്യത്തെ CPM ഇത് ഒരുപടി പയറ്റിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടയുന്ന സമീപനം DYFI അന്ന് എടുത്തിരുന്നു. അതൊന്നും ശരിയായൊരു സമീപനമല്ല. ഞങ്ങൾ അതിനെയും എതിർത്തിട്ടുണ്ട്. ഇപ്പൊ BJP-കാരൻ ആക്രോശിക്കുന്ന ആക്രോശത്തെയും ഞങ്ങൾ എതിർക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ രാഷ്ട്രീയ ശക്തി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇല്ല എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, എവിടെ എന്ത് സംഭവിച്ചാലും ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്കുള്ള അതിനനുകൂലമായുള്ള ഒരു പോരാട്ടത്തിൽ കോൺഗ്രസ് ദുർബലമായാൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയില്ല. അതാണ് അവിടെ ശ്രീ CH കുഞ്ഞമ്പു, താങ്കളുടെ പാർട്ടിക്കും നേതാക്കളും എടുക്കേണ്ടുന്ന ഒരു കാര്യം, പ്രധാനമായിട്ട് എടുക്കേണ്ടുന്ന ഒരു സംഗതി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, നേരത്തെ ശ്രീ VV രാജേഷ് പറഞ്ഞു, നരേന്ദ്രമോദിക്കെതിരായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്, അദ്ദേഹത്തെ തടയുന്ന പോലുള്ള നിലപാടുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നില്ലേ? ഈ ജനാധിപത്യം എന്നത് എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകേണ്ടുന്ന ഒരവസ്ഥയാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ശ്രീ VV രാജേഷ് ഉന്നയിക്കുന്ന നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞങ്ങൾ കൂടെ സ്വയം വിമർശനപരമായിട്ട് പരിശോധിച്ചില്ലാതാക്കണം എന്ന ഒരു തോന്നലിലേക്ക് എത്തിക്കാൻ ഈ സംഭവ വികാസങ്ങൾ കാരണമായിട്ടുണ്ടോ CPM-ന്? തികച്ചും ശരിയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിക്കട്ടെ. എവിടെയാണ് നരേന്ദ്രമോദിയെ തടഞ്ഞത്? ഇന്ത്യയിൽ ഒട്ടാകെ CPM നരേന്ദ്രമോദി എവിടെയെങ്കിലും തടഞ്ഞോ? ബംഗാളിൽ തടഞ്ഞോ? ത്രിപുരയിൽ തടഞ്ഞോ? ഇവിടെ തടഞ്ഞോ? കേരളത്തിൽ തടഞ്ഞോ? അത് വെറുതെ പറയുകയാണ്. ഇത് RSSും സംഘപരിവാറും വളരെ ആസൂത്രിതമായി പിണറായി വിജയനെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതിരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മംഗലാപുരം MP കോട്ടയത്തൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഞങ്ങൾ പിണറായി വിജയനെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പോകാൻ അനുവദിക്കില്ല. അതിനുശേഷമാണ് മംഗലാപുരത്തെ പരിപാടി വരുന്നതെന്ന് കണ്ടപ്പോൾ അവിടുത്തെ MP-യുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ഏതാനും ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നോക്കിയത്. എന്താ? ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഇയാൾ പിന്മാറിക്കളയും, മുഖ്യമന്ത്രി അങ്ങോട്ട് വരില്ല. അങ്ങനെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് പിന്തിരിപ്പിച്ച് കളയാമെന്ന് കരുതിയത് നടക്കാതെ പോയപ്പോൾ ജാള്യതയാണ് ഇപ്പോൾ BJP-ക്കും അതുപോലെ തന്നെ VV രാജേഷ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കന്മാരുമെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചോദ്യം നേരത്തെ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞില്ല രാജേഷ്. ഞാൻ ചോദിച്ചത്, സംഘർഷത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ സംഭവമെങ്കിൽ ഇതെന്തിനാ ഇപ്പോൾ മാത്രം ഇങ്ങനെ നടക്കുന്നത്? സംഘർഷം എത്രയോ വർഷങ്ങളായി നിൽക്കുന്നൊരു പ്രശ്നമല്ലേ? അന്നേ തുടങ്ങണ്ടേ? അന്നൊന്നുമില്ലാതെ ഇപ്പോഴെന്തേ ഇങ്ങനെ തുടങ്ങാൻ കാരണം? അവിടെയാണ് നിങ്ങൾക്ക് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് കുറച്ചൊരു അഹന്തയും ഹുങ്കും എല്ലാം വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾ ഒരു സ്വയം വിമർശനമായി പരിശോധിക്കുന്നതാണ്. പക്ഷേ കേട്ടുനിന്ന നിങ്ങളുടെ നേതാക്കളുടെ ഇന്നലത്തെയൊക്കെ പ്രസ്താവനകൾ കേട്ടുനിന്ന ആളുകൾക്ക് കുറച്ചൊരു അഹങ്കാരം എന്നല്ല, നല്ല നിലക്ക് കൂടുതലായിട്ടുള്ള അഹങ്കാരം നിങ്ങളുടെ നേതാക്കൾക്കുണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയാണല്ലോ, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, അദ്ദേഹത്തെ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കുകയില്ല. അഹങ്കാരം വലിയ തോതിലങ്ങ് കൂടുന്നത് ഗുണമല്ല ചെയ്യുക എന്നത് മനസ്സിലാക്കുന്നുണ്ടാകുമോ ഇന്നത്തെ പ്രസംഗത്തിന് ശേഷം നിങ്ങൾ? ഞങ്ങൾ ഇന്ത്യയുടെ ജനങ്ങളുടെ മുൻപാകെ വിനയപുരസ്സരം തന്നെയാണ്, ശിരസ് കുമ്പിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ വേദനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം ഉള്ള പാർട്ടി BJP-ആണ്. അതുകൊണ്ടാണല്ലോ മഹാരാഷ്ട്രയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും 35 സീറ്റ്, ഞാൻ സീറ്റിന്റെ എണ്ണം പറയേണ്ട ആവശ്യമില്ലല്ലോ, 81 സീറ്റായിട്ട് മാറിയത്. വോട്ട് കണക്ക് അവിടെ നിൽക്കട്ടെ ശ്രീ VV രാജേഷ്, വോട്ട് കണക്ക് നിങ്ങളാണല്ലോ രാജ്യം ഭരിക്കുന്നത്, വോട്ട് കണക്ക് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വോട്ട് കണക്ക് നിങ്ങൾ അഹങ്കാരത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നതിന് തെളിവായി പോയില്ലേ ഈ സംഭവം? വോട്ട് എത്രയോ കാലം ഭരിച്ച ആളുകളല്ലേ കോൺഗ്രസ്, അവരെപ്പോഴും ആരെങ്കിലും നിങ്ങളെ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും നേതാക്കൾ? ഇത് വലിയ അഹങ്കാരത്തിലേക്ക് നിങ്ങൾ എത്തിപ്പോയി. അല്ല, ഞാൻ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യയുടെ സംസ്കാരത്തെ മുന്നിൽ തല കുമ്പിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയും ഞങ്ങളുടെ പ്രവർത്തകരും നിൽക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനാധിപത്യത്തെ മാനിക്കുന്നു. ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ശിരസാ നമിക്കുന്നു, ഞങ്ങൾ വിനയപുരസ്സരം പ്രമാണിക്കുന്നു. പക്ഷേ
ഞങ്ങളുടെ മുൻപിൽ അക്രമത്തിന്റെ ഈ പിണറായി വിജയൻ പറഞ്ഞ വടിവാളുമായിട്ട് വരുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ മുൻപിൽ നിങ്ങളെക്കാൾ 100 ഇരട്ടി അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ അക്രമ രാഷ്ട്രീയത്തിന് മുൻപിൽ ഞങ്ങൾ തല കുമ്പിട്ട് തരാൻ തയ്യാറല്ല. അങ്ങനെ 10 വോട്ട് കുറയണമെങ്കിൽ കുറഞ്ഞോട്ട് സനീഷേ. പക്ഷേ നിങ്ങൾ പറയുന്നിടത്ത് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, നിങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിങ്ങളാണ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് വകവെച്ച് തരാൻ സൗകര്യമില്ല. ഇനി നരേന്ദ്രമോദി ഞങ്ങൾ എവിടെയൊക്കെ തടഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾ ചോദിച്ചു. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും നിങ്ങൾക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. പക്ഷേ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയെ തടയാൻ വേണ്ടി നിങ്ങൾ ചാക്കയിൽ ഒരുമിച്ച് കൂടി. നിങ്ങൾ നരേന്ദ്രമോദി പോയ റോഡിലൊക്കെ കരിയോയിൽ ഒഴിച്ചു. നിങ്ങളിവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഈ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിന്റെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ശ്രീ കുഞ്ഞമ്പു? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ? ഹർത്താലൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു നിമിഷം ശ്രീ കുഞ്ഞമ്പു, താങ്കളിലേക്കാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് നഗരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. എന്റെ ശ്രദ്ധയിലില്ല. ഞാനത് അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇനി അന്വേഷിക്കാം. ശ്രീ പി എം സുരേഷ് ബാബു, ശ്രീ പി എം സുരേഷ് ബാബു, ഈ ഇത്തരം സംഗതികൾ കൊണ്ട് 10 വോട്ട് കുറഞ്ഞാൽ ഞങ്ങളങ്ങ് സഹിച്ചു എന്നാണ് വി വി രാജേഷ് പറയുന്നത്. പക്ഷേ ഇത്തരം സംഗതികൾ കൊണ്ട് വോട്ട് കൂടുകയാണ് എന്നതാണ് അവർക്ക് മുന്നിലുള്ള തെളിവ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2% വോട്ടുള്ളപ്പോൾ ഞങ്ങൾ തല്ലേണ്ടവരെ തല്ലിയിട്ടുണ്ട്, കൊല്ലേണ്ടവരെ കൊന്നിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ 16% വോട്ടായി. എന്ന് വെച്ചാൽ തല്ലുകയും കൊല്ലുകയും ചെയ്ത് ഇത്തരം ജനാധിപത്യ വിരുദ്ധമെന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം സംഭവ വികാസങ്ങൾ അവസാനിക്കുമെന്ന് കണക്കാക്കാൻ കാര്യങ്ങളുണ്ടോ? ഇന്നിപ്പോൾ പിണറായി വിജയൻ അവിടെ നടത്തിയ RSSന്റെ ചരിത്രം സമഗ്രമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആ സംഗതി, ആ പ്രസംഗത്തിന് കാരണമായി എന്ന നിലക്കെങ്കിലും RSSനോട്, സംഘപരിവാരത്തോട് നന്ദി പറയേണ്ടതല്ലേ കോൺഗ്രസ്? ഇതിനകത്ത് BJPയുടെ അകത്തു നിന്നും RSSന്റെ ഭാഗത്തു നിന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തിരുത്തൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവർ വല്ലാത്ത ഒരു ഐവറി ടവറിൽ നിൽക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഐവറി ടവറിലാണ്. എവിടെയാണ് അവർ നിൽക്കുന്നതെന്ന് അറിയില്ല. അവിചാരിതമായി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം, അതും കുറേ കാലങ്ങളായി കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്ന, ഒരു പാർട്ടിക്കും കിട്ടാതിരുന്ന സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഭരണം, സ്വന്തം പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരെ മുരളി മനോഹർ ജോഷി, സുഷമ സ്വരാജ്, LK അദ്വാനി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ഇന്ത്യ രാജ്യം കേട്ടുപരിചയപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് സ്വന്തമായി അധികാര അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ ഇനി എന്തും ആവാം എന്ന നിലയിലേക്ക് അവരുടെ ചിന്ത വന്നിരിക്കുന്നു. അല്ല, അത് അവരെ തിരുത്തലുണ്ടാവുകയില്ല. തിരുത്തലുകൾ 2019 മെയ് മാസത്തിന് ശേഷം മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയുള്ളൂ. അതുവരെ അവർ ഈ ഒരു ഹാലോയിൽ തന്നെ അങ്ങനെ നിൽക്കും. അത് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ളതൊന്നും അവരെ ഉപദേശിക്കാൻ ഇപ്പം ഞാൻ ആളല്ല. വളരെ ജനാധിപത്യ സംരക്ഷണത്തിൽ വി. രാജേഷ്, ശ്രീ CH കുഞ്ഞമ്പു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മംഗളൂരുവിൽ ജയിച്ചതാര് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ആര് ജയിച്ചു എന്നതല്ല, അവിടെ ജനാധിപത്യം പരാജയപ്പെടാതെ നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ടുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ചർച്ചയിലേക്ക് വരാം. പൃഥ്വിരാജിൻ്റെ നിലപാട്, ധീരയായി നിൽക്കുന്ന നടിയുടെ മുന്നോട്ട് പോക്ക് ഏത് നിലക്കാണ് മലയാള സിനിമയെ അതുവഴി സമൂഹത്തെ മാറ്റുക എന്നാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സ്ത്രീവിരുദ്ധ സിനിമകളെ മാറ്റുമോ ധീരയായ നടി? തന്നെ ആക്രമിച്ച 4 പ്രതികളെയും നടി തിരിച്ചറിഞ്ഞു. ആലുവ സബ് ജയിലിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡിലാണ് നടി പ്രതികളെ തിരിച്ചറിഞ്ഞത്. കൊച്ചി നഗരത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ ഐപാഡും സ്മാർട്ട് ഫോണുകളും കണ്ടെത്തി. പൾസർ സുനിയെയും വിജീഷിനെയും നടിയുടെ സാന്നിധ്യത്തിൽ പോലീസ് ചോദ്യം ചെയ്തു. കോയമ്പത്തൂരിൽ നിന്നും പിടികൂടിയ വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ്, മണികണ്ഠൻ, ഡ്രൈവർ മാർട്ടിൻ എന്നീ 4 പ്രതികളെയാണ് നടി തിരിച്ചറിഞ്ഞത്. ആലുവ സബ് ജയിലിൽ ആലുവ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയായിരുന്നു തിരിച്ചറിയൽ പരേഡ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും.
അതേസമയം പ്രധാന തെളിവായ മൊബൈൽ ഫോണിനു വേണ്ടി പോലീസ് കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തി. ഗിരിനഗറിലെ വീട്ടിൽ നിന്ന് പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ഐപാഡ്, 3 സ്മാർട്ട് ഫോണുകൾ, 2 മെമ്മറി കാർഡുകൾ, ഒരു പെൻഡ്രൈവ് എന്നിവ പോലീസ് കണ്ടെടുത്തു. സുനി കൃത്യത്തിനു ശേഷം സഞ്ചരിച്ച പൊന്നുരുന്നി, ഗോശ്രീ പാലം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. കണ്ടെടുത്ത മൊബൈൽ ഫോണുകളും ഐപാഡ് ഉൾപ്പെടെയുള്ളവ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പൾസർ സുനിയെയും വിജേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. പ്രതികളുടെ നുണപരിശോധന നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന് ഇതിനായി പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ പൾസർ സുനി നടിയുമായി തനിക്ക് മുൻവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സിനിമാ മേഖലയുള്ള ആരെങ്കിലും ഉണ്ടോ? അവരുടെ കൊട്ടേഷൻ ആണോ സുനി? സിനിമാക്കാരെ വിഷമിപ്പിച്ചോ സുനി? എനിക്ക് വ്യക്തിപരമായിട്ട് അവരോട് ഒരു വൈരാഗ്യമില്ല. ഒറ്റയ്ക്ക് ചെയ്തതല്ല അപ്പോ താങ്കളുടെ പിന്നെ ആരും ഉണ്ടെന്നല്ല അതിനർത്ഥം? താങ്കൾ ആർക്കോ വേണ്ടി ചെയ്തതല്ലേ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പോലീസ് ചെയ്തും പോലെയല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ ആലുവ പോലീസ് ക്ലബിൽ സുനിയെയും വിജീഷിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കോയമ്പത്തൂരിലും കൊണ്ടുപോയി തെളിവെടുക്കും. ന്യൂസ് 18 കൊച്ചി. അക്രമത്തിനിരയായ യുവനടി അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി. സഹപ്രവർത്തകയോടുള്ള ആദരവ് പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ഇനി സ്ത്രീവിരുദ്ധ സിനിമകളിൽ അഭിനയിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സിനിമയുടെ കൊച്ചിയിലെ ലൊക്കേഷനിലാണ് ഇന്ന് നടിയെത്തിയത്. ഒപ്പം അഭിനയിക്കുന്ന പൃഥ്വിരാജ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടു. ലൊക്കേഷനിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. ദയവ് ചെയ്ത് ഈ ഒരു മീഡിയ ഒരു ആംബുഷ് ആ കുട്ടി ഇന്ന് ലൊക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകരുത്. അത് ചെയ്യാൻ മാത്രമുള്ള നന്മ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ അപേക്ഷ നടത്തുന്നത്. പിന്നീടൊരവസരത്തിൽ എന്ന് ആ കുട്ടിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുമോ ആ കുട്ടിയെ സംസാരിക്കുമായിരിക്കും. അത് പറയാനോ പറയാതിരിക്കാനോ ഞാൻ ആളല്ല. സിനിമാ പ്രവർത്തകർ തന്നെ ആവശ്യപ്പെട്ടതിനാലാണ് മാധ്യമങ്ങൾ എത്തിയതെന്നറിയിച്ചതോടെ അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി. ശരി, അപ്പം ഞാൻ അവർക്ക് വേണ്ടി നിങ്ങളോട് ഈ സിനിമയുടെ പ്രചരണാർത്ഥം നിങ്ങളെ ഈ ലൊക്കേഷനിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത ആ തെറ്റിന് വേണ്ടി നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. സഹപ്രവർത്തകയുടെ അസാധാരണമായ ധൈര്യത്തിനു മുന്നിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതായി പൃഥ്വിരാജ് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. നേരത്തെ അഭിനയിച്ച സ്ത്രീവിരുദ്ധ സിനിമകളുടെയും അതിലെ പുരുഷാധിപത്യ ഡയലോഗുകളുടെയും പേരിൽ മാപ്പ് പറയുന്നു. ഇനി ഇത്തരം സിനിമകളുടെ ഭാഗമാകില്ല. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കഥാപാത്രങ്ങളെ ന്യായീകരിക്കാൻ ഇനി താൻ ഉണ്ടാവുകയില്ലെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. നവാഗതനായ ജിനു എബ്രഹാം സംവിധാനം ചെയ്യുന്ന ആദം എന്ന സിനിമയിലാണ് പൃഥ്വിരാജും നടിയും പ്രധാന കഥാപാത്രങ്ങൾ ആകുന്നത്. ന്യൂസ് 18 കൊച്ചി. നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി പാർവതി എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. നിരൂപകൻ മനീഷ് നാരായണൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരും. സംവിധായകൻ ആഷിഖ് അബുവിനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി പാർവതി, നമ്മുടെ സമൂഹം സ്ത്രീവിരുദ്ധ നിലപാടുകളുള്ള ആ നിലപാടുകൾക്ക് കൂടുതൽ ഊന്നലുള്ള ഒരു സമൂഹമാണ്. അത്തരമൊരു സമൂഹത്തിൽ നിന്നും വരുന്ന സിനിമകളെ മാത്രം എങ്ങനെയാണ് സ്ത്രീവിരുദ്ധ രഹിതമാക്കുക? പൃഥ്വിരാജിൻ്റെ ഈ പ്രഖ്യാപനം അദ്ദേഹത്തിന് എത്രത്തോളം പാലിക്കാൻ പറ്റും? ആദ്യം തന്നെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് വളരെ ധീരമായ ഒരു നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ ആലോചന, അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സ്ത്രീകളുടെ ഒരു ശക്തിയെക്കുറിച്ചും ആ ഒരു സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല എന്ന് പറയുമ്പോഴും അത് വളരെയധികം സ്തുത്യർഹമാണ്. ഇത് ഇനി ഭാവിയിൽ നടന്നോ നടന്നില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ നിലയ്ക്ക് ആ സപ്പോർട്ട് സ്വീകരിക്കുകയാണ്. രണ്ടാമത് ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുവാണ് സ്ത്രീ വിരുദ്ധത എന്ന് പലർക്കും അറിയില്ല. ചിലരെങ്കിലും ചോദിക്കുന്നത് ഈ സ്ത്രീകൾ മോശമാണ് എന്ന് പറയാൻ പാടില്ലേ, അപ്പം സ്ത്രീകൾ തെറ്റ് ചെയ്യുമെന്ന് പറയാൻ പാടില്ലേ, സ്ത്രീകൾ ചതിക്കുമെന്ന് പറയാൻ പാടില്ലേ എന്നൊക്കെയാണ്. അതൊന്നുമല്ല സ്ത്രീ വിരുദ്ധം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ഒരു സ്റ്റീരിയോടിപ്പിക്കലായിട്ട് സമൂഹത്തിലെ സ്ത്രീ ചെയ്യേണ്ട കാര്യം പണ്ട് മുതലേ നമുക്കറിയാം. ഇപ്പോൾ ഒരു സ്ത്രീ ഭയങ്കര സ്മാർട്ടായിട്ട് ഇങ്ങോട്ട് വരുന്നു, ഉടനെ അവൾ ക്യാമ്പസിലേക്ക് ഇങ്ങനെ ബഹളം വയ്ക്കുന്നു, ഉടനെ നായകൻ്റെ എൻട്രി, നായകൻ വന്ന് അവളെ ഇങ്ങനെ ചേർത്ത് നിർത്തി അവളെ ഉമ്മ വെച്ചു, അതോടുകൂടി അവളൊരു പെണ്ണായി മാറി. പിറ്റേ ദിവസം പോലെ അവൾ സാരി ഉടുത്ത് വരുന്നു, അല്ലെങ്കിൽ അവൾക്കൊരു പടവെന്ന് പറഞ്ഞ് കവളത്ത് ഒരു അടി കൊടുക്കുന്നു, അവൾ പെണ്ണായി മാറി. അപ്പോൾ ഈ പെണ്ണാകുക എന്ന് പറയുന്നത് എന്താ പറയുക, വെച്ച് വിളമ്പുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ എങ്ങനെയാണോ ഒരു അമ്മ, നമ്മളുടെയൊക്കെ മനസ്സിലെ ഒരു അമ്മ, പാഠപുസ്തകങ്ങളിലൊക്കെ എഴുതി പഠിപ്പിച്ച അമ്മ എന്ന കഥാപാത്രം, അമ്മ എങ്ങനെയാണ് പെരുമാറുന്നത്? വീട്ടിൽ വെച്ച് വിളമ്പി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് തുളസിക്കതിരിയൂടി ചായയും കൊണ്ടുവരുന്ന, അവിടെ നിന്ന് എല്ലാ വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം സഹിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി മക്കളെ നോക്കി ജീവിക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിൻ്റെ അതിർവരമ്പ് വിട്ട് ആര് പുറത്തു വന്നാലും അവളെ ഒതുക്കി
കുടുംബത്തിനുള്ളിലാക്കുന്ന പുരുഷൻ, അവനാണ് മാതൃക, അവനെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇവള് പിന്നെ ഇനി ഒരിക്കലും മറ്റൊരു പുരുഷനെ പോലും നോക്കാത്ത ഒരു സ്ത്രീയെ എന്താ പറയുക സംരക്ഷിക്കാൻ കഴിയുന്നവനാണ് പുരുഷൻ. ഈ തരത്തിലുള്ള ഇമേജസ് ഉണ്ട്. ഈ ഇമേജസിനെ വളർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങ് എൻഹാൻസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളെ യൂസ് ചെയ്യുക, പല സ്ത്രീകൾ വന്ന് കാലിൽ അടിഞ്ഞു വീഴുമ്പോഴും ഞാൻ ആ പുരുഷത്വത്തിൻ്റെ മുമ്പിൽ വീണുപോയി എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ ആ തരത്തിൽ കാണിക്കുന്ന, കമ്പിളി മാറി മാറി പുതയ്ക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് ഞാൻ തന്നെ അങ്ങോട്ട് ചെന്ന് വീഴുകയായിരുന്നു എന്താണ് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പൗരുഷത്തിൻ്റെ മുന്നിൽ എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്ത എന്താണ്? ഇങ്ങനെ ആവണം ഒരാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. സംവിധായകൻ ആഷിഖ് അബു ടെലിഫോൺ ലൈനോട്. ശ്രീ ആഷിഖ് അബു, നമ്മൾ മലയാളികൾ കണ്ടുവന്ന ഒരുപാട് സിനിമകൾ ഈ മട്ടിലുള്ള ഹിറ്റ് ഡയലോഗുകളൊക്കെ ചേർന്നതാണ്. അതെങ്ങനെ മാറ്റിമറിക്കാമെന്നാണ്? അതായത് അതൊരു സമൂഹത്തിൻ്റെ തന്നെ പരിച്ഛേദമാണ്. ആണുങ്ങൾ ഹീറോ ആയിട്ടുള്ള ഒരു കലയാണ് സിനിമ. ആ ആണുങ്ങളുടെ ഹീറോയിസം കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളിലൂടെയൊക്കെയാണ്. അതെങ്ങനെ മാറ്റിമറിക്കാമെന്നാണ്? പെട്ടെന്ന് സഹപ്രവർത്തകയായിട്ടുള്ള അങ്ങേയറ്റം ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് വലിയ അതിക്രമം അവർക്ക് നേരെ ഉണ്ടായപ്പോൾ ഉണ്ടായിരിക്കുന്ന വൈകാരിക പ്രതികരണം എന്നല്ലാതെ നിങ്ങൾ സംവിധായകർക്കും നടന്മാർക്കുമൊക്കെ പാലിക്കാൻ പറ്റുന്നതാണോ ഈ സ്ത്രീവിരുദ്ധ സിനിമകൾ എടുക്കുകയില്ല, അഭിനയിക്കുകയില്ല എന്ന നിലപാടൊക്കെ? തീർച്ചയായിട്ടും പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മൾ ഈ ഡയലോഗുകൾ എഴുതുമ്പോഴും സീനുകൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ വരുന്ന സ്ത്രീവിരുദ്ധത, അതിന്റെ കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല പലപ്പോഴും. അത്രയേറെ ആഴത്തില് ഇത് വേരോടി കഴിഞ്ഞു. ഇത് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ല ഇത് ചെയ്യാതിരിക്കും. പക്ഷെ ഈ ഒരു ഇൻസിഡന്റോട് കൂടി ഇതിന്റെ ഒരു ആഘാതം എല്ലാം എത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും അത്തരം ഒരു ചെക്ക് നടത്താൻ തയ്യാറാണ് എങ്കിൽ അതിന്റെ ഒരു തുടക്കമാണ് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമകളിലെ സ്ത്രീവിരുദ്ധത നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതാണ്. ഇത് നമുക്കൊരു നിയമം വെച്ച് നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ കോമൺ സെൻസിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ അത്തരം ഒരു ഫിൽട്ടർ വെക്കാൻ ഇപ്പോൾ ഈ ഇത്തരം ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടുണ്ടായ ചർച്ചകളും ഒക്കെ അത്തരം ഒരു കാര്യത്തിന് തുടക്കം ഇട്ടു എന്നുള്ളത് എനിക്ക് സന്തോഷമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഉറപ്പായിട്ടും സ്ത്രീവിരുദ്ധത ഇല്ലാത്ത സിനിമകൾ ആളുകൾ നന്നായി ആസ്വദിക്കും. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് മഹേഷിന്റെ പ്രതികാരം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. മനീഷ് നാരായണൻ, ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സിനിമകളിൽ കസബയുണ്ട്. കസബ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഈ പേരിൽ വിമർശിക്കപ്പെട്ട, വനിതാ കമ്മീഷൻ തന്നെ ഇടപെട്ട ഒരു സിനിമയാണ്. അതിന് ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ്. ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഏറ്റവും മുതിർന്ന നടന്മാരിൽ ഒരാളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകനായിട്ട്. നോക്കൂ, ഈ സിനിമ ഇങ്ങനെ പുരുഷാധിപത്യപരമായിട്ട്, അതുപോകട്ടെ സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിധത്തിലേക്ക് ഡയലോഗുകളും പ്രമേയമാകെ തന്നെയും ഉള്ളതായി മാറിയത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഏത് തരത്തിലുള്ള ഡയലോഗുകളാണ് ഈ സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതായി മാറുന്നത്? സനീഷ്, ഇത് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ത്രീവിരുദ്ധ സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീയെ അവഹേളിക്കുന്ന സിനിമകൾ ഞാൻ ചെയ്യില്ല എന്ന പൃഥ്വിരാജിൻ്റെ പ്രസ്താവനയെ മുൻനിർത്തിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധതയും വംശീയ വിരുദ്ധതയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട വളരെ പരപ്പുള്ളൊരു വിഷയമാണ്. അപ്പോൾ സ്ത്രീവിരുദ്ധ സിനിമകൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പം വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. 4-5 സംഭാഷണ രംഗങ്ങൾ എടുത്തിട്ട് ആ സംഭാഷണത്തിൽ ഒരാൾ സ്ത്രീയെ പരാമർശിക്കുന്നതിൽ സ്ത്രീ എന്ന് പറയുന്ന അവരുടെ സ്വത്വത്തെ അവഹേളിക്കുന്നതാണോ സ്ത്രീവിരുദ്ധത എന്ന് എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീവിരുദ്ധത, ഞാൻ ഒരു സിനിമയുടെ സമഗ്രതയിൽ നമ്മൾ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പുരോഗമന പരതയൊക്കെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ സ്ത്രീകളെ അല്ലെങ്കിൽ സിനിമയിൽ, എഴുത്തിൽ, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ സ്ത്രീയെ പരാമർശിക്കുമ്പോൾ ഒരു സഹജീവി എന്ന രീതിയിൽ സമഭാവനയോടെ പരാമർശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കസബയുടെ സിനിമയുടെ രംഗം വന്നു. വേറൊരു ഉദാഹരണം പറയാം. 15 വർഷം മുമ്പ് മലയാളത്തിൽ പുറത്തിറങ്ങിയ വലിയ തോതിൽ ഇപ്പോഴത്തെ ഒരു 100 കോടി സക്സസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അന്ന് വലിയ സക്സസ് നേടിയ സിനിമയാണ് നരസിംഹം. നരസിംഹത്തിലെ നായകൻ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെ, ഭാര്യയെ, ഭാവി വധുവിനെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? പുറങ്കാലുകൊണ്ട് തൊഴിക്കാൻ നേരത്ത് തൊഴിക്കുന്നൊരു പെണ്ണിനെ വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ഹീറോ ഇന്ദുചൂടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്.
14 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന സിനിമയിലെ റയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ബാലതാരം അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ പെൺകുട്ടിയോട് തൻ്റെ ബാല്യകാലത്തുള്ള തൻ്റെ ഒരു ആദ്യ പ്രണയെന്നോ വലിയ ചങ്ങാത്തെന്നോ അടുപ്പെന്നൊക്കെ പറയുന്ന അത് പ്രകടിപ്പിക്കുന്ന ഇതേ സംഭാഷണം പറഞ്ഞിട്ടാണ്. ഈ 2 കാലഘട്ടത്തിലും ഉണ്ടായ ഒരേ തരത്തിലുള്ളൊരു സംഗതിയുണ്ട്. ഈ 2 കാലത്തും വലിയ രീതിയിൽ കൈയടിച്ച് ആർത്ത് ആനയിച്ചാണ് ഈ 2 ഡയലോഗുകളെയും വരവേറ്റത്. അപ്പോൾ നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബ എന്ന് പറയുന്ന ഒരു സിനിമയിലൊന്നും ഒതുക്കി നിർത്താവുന്നതല്ല. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള റിഫ്ലക്ഷൻ സിനിമയിലുണ്ട്. അതിനപ്പുറത്ത് സിനിമ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഷോ ബിസിനസ്സായി കാണുമ്പോൾ ആൺ നായകത്വത്തിലൂന്നിയ സിനിമയാണ്, ആൺ വീരഗാഥകളാണ് ഏറ്റവും വലിയ സക്സസ് ഉള്ള സിനിമകൾ. അപ്പോൾ തീർച്ചയായും ആണിൻ്റെ വിജയം ആഘോഷിക്കുന്ന സിനിമകളായി കഥകൾ രൂപപ്പെടുമ്പോൾ ആണിന് അടക്കി നിർത്താനും അടക്കി പിടിക്കാനും അടക്കി ഭരിക്കാനും അടിച്ചമർത്താനുമുള്ള കഥാപാത്രങ്ങളായിട്ടാണ് എല്ലാ തരത്തിലും പെണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മിക്ക സിനിമകളിൽ ത്രികോണ പ്രണയം പരാമർശിക്കുന്ന നമ്മുടെ വലിയ കമേഴ്ഷ്യൽ സിനിമ കാണാം. ക്ലൈമാക്സിൽ 2 നായകൻ ഒരേപോലെ നിൽക്കുമ്പോൾ ഏതോ ഒരു നായകൻ ത്യാഗം ചെയ്ത് ഈ പെൺകുട്ടിയെ നീ എടുത്തോ എന്നുള്ള രീതിയിൽ തള്ളി നീക്കുകയോ നായകന് വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത്. അവിടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യമോ അവളുടെ ഇഷ്ടമോ ഒന്നും പരിഗണിക്കാറില്ല. 2013 വലിയ കമേഴ്ഷ്യൽ സക്സസ് ആയ ഉണ്ണി മുകുന്ദനും ദുൽഖർ സൽമാനും അഭിനയിച്ച പടത്തിൽ അദ്ദേഹത്തിൻ്റെ നായികയെ ക്ലൈമാക്സിൽ വിട്ടുകൊടുക്കുന്ന അങ്ങനെയാണ്. ഏതായാലും നീ ഇവളെ ആഗ്രഹിച്ചില്ല, നീ എടുത്തോളൂ എന്ന് നായകൻ്റെ ഒരു വീതം വെപ്പ്. ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന വലിയ കമേഴ്ഷ്യൽ സിനിമയിൽ ഇതേ രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനമാണ് ഈ കാര്യങ്ങൾ. സ്ത്രീയെ അങ്ങോട്ടും ഇങ്ങോട്ടും നായകന്മാർക്ക് കൈമാറാവുന്ന ഒരു സംഗതിയായിട്ട് ആണ് സിനിമക്കകത്ത് വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട സിനിമാ സംവിധായകർ രഞ്ജിത്തും രഞ്ജി പണിക്കറിനെയും പോലുള്ള എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചെയ്ത കാര്യമാണ്. നമ്മളിപ്പോൾ പൃഥ്വിരാജും താങ്കളും അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാൾ ഭാരം അവർക്ക് മേലുണ്ട്. അവരെടുത്ത സിനിമകളാണ് ഈ സമൂഹത്തെ തന്നെയും ഇത്രയ്ക്ക് സ്ത്രീവിരുദ്ധമായ നിലയിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഈ നിലപാടിലേക്ക് എത്താൻ, ഞാൻ പറയുന്ന 1-2 സംവിധായകരെ മാത്രമല്ല, അവർക്ക് ഈ നിലപാടിലേക്ക് എത്താൻ ചമ്മലെങ്കിലും ഉണ്ടാകും. എന്ന് വെച്ചാൽ ഞങ്ങളാണല്ലോ ഇതിന് ഇത്ര കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകരും നടന്മാരുമൊക്കെ ഈ നിലപാട് പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെതിരായിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം, ഇപ്പോഴത്തെ ഈ സങ്കടത്തിൻ്റെ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രതിഷേധവും പരിഹാസവും ഉണ്ടാകും എന്ന് താങ്കൾ മുൻകൂട്ടി കാണുന്നുണ്ടോ? അങ്ങനെ അതിനെ അതിജീവിച്ചുകൊണ്ടും ഈ നിലക്ക് മുന്നോട്ട് പോകാനുള്ള ശേഷി താങ്കളെപ്പോലുള്ള പൃഥ്വിരാജിനെ പോലുള്ള യുവ സിനിമാ പ്രവർത്തകർക്കുണ്ടാകുമോ? ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ സിനിമയിൽ മനഃപൂർവ്വം തന്നെ സ്ത്രീ വിരുദ്ധത കടന്നു വരുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചില ത്രില്ലുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊരു കമേഴ്ഷ്യൽ വിജയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഇതിനകത്ത് കയറിയിരുന്ന് കൈയടിച്ച് ഈ സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാകുന്നുണ്ട്. പലപ്പോഴും ഇത് സ്ത്രീ വിരുദ്ധതയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പിന്നീടാണ്. ഇപ്പൊ ഇതൊരു ഘട്ടം എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രത്യേക ഘട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാവർക്കും ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറകോട്ട് പോയി ഇത് തിരുത്തൽ വയ്യെങ്കിലും നമുക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇത്തരമൊരു ശ്രദ്ധ നമ്മൾ സഹജീവിയായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കാൻ എന്തായാലും പറ്റുമെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴാണല്ലോ, അത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ പലരും ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇപ്പൊ തന്നെ അത്തരം ഒരു ആലോചന നടത്തി കാണുമെന്ന് തന്നെയാണ്. ആർക്കും അങ്ങനെ ഉപദ്രവിച്ച് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം കാണില്ല എന്നാണ്. തീർച്ചയായും. വളരെ വളരെ നന്ദി ശ്രീ ആഷിഖ് അബു. ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്. ശ്രീമതി പാർവതി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇത് ഈ സിനിമാക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത്തരം സിനിമകളെ കൈയടിച്ച് വിജയിപ്പിച്ചു കൊടുക്കുന്ന കാണികൾക്കും പ്രധാനപ്പെട്ട പങ്കുണ്ടല്ലോ. ഇപ്പോൾ അത്തരം കാണികളിൽ പലരും എങ്ങനെയാണ് ഇത് നടക്കുക? നാളെ ഇപ്പോൾ മഹാഭാരതം സിനിമയാക്കുകയാണെങ്കിൽ, കർണൻ സിനിമയാക്കുകയാണല്ലോ പൃഥ്വിരാജ്, അതിനകത്ത് ഈ സ്ത്രീയുടെ ഉടുപ്പഴിക്കുന്നതൊക്കെ അതിനകത്ത് ഉണ്ടാവുകയില്ലേ എന്ന മട്ടിലാണ് ആളുകൾ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇതെങ്ങനെയാണ് അവർ കാണികളെ ഇതല്ല സംഗതി എന്ന് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ്? ഇത് വളരെ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായ ഒരു അറിവില്ലായ്മയുണ്ട് സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച്. ഞാനിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്താണ് ജെൻഡർ എന്ന് പറയുന്നത്? അത് ഒരിക്കലും പിന്നെ ലൈംഗികത ആണോ പെണ്ണോ എന്നുള്ളതല്ലല്ലോ, മനസ്സിലാണെന്നുള്ളത്. ആ ജെൻഡർ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷൻ എന്താണ്, ആ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് സ്ത്രീകളെ ഒരു ചട്ടക്കൂടിൽ നിന്നും വെളിയിൽ വരാനുള്ള അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഗൗരവമായ ചർച്ച വേണം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം, ചില ഷോർട്ട് ഫിലിംസുകൾ പഠന വിധേയമാക്കണം.
ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമകൾ മാത്രമല്ല, കേരളത്തിൽ ഇറങ്ങുന്ന ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ സിനിമകളെല്ലാം തന്നെ ഒരു ചെറിയ സോഫ്റ്റ് പോണിൽ തുടങ്ങുന്ന ഈ കഥാപാത്രം മുഴുവൻ സ്ത്രീവിരുദ്ധമാണ്. എനിക്ക് തന്നെ വന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു വരിയിൽ ഞാൻ പറയാം. ഒരു സ്ത്രീക്ക് ഒരു ജാരബന്ധം ഉണ്ടാവുകയും സ്വന്തം ഭർത്താവിൻ്റെ ഫോൺ എടുക്കാൻ പോലും തിരക്കായി ആ മനുഷ്യനോട് സംസാരിക്കുന്ന ആ ജാരൻ വീട്ടിൽ വന്ന് ഇവരെ അടിച്ച് ഒതുക്കി മോഷണം നടത്തി പോകുന്ന ഒരു കള്ളനായിരുന്നു എന്ന് വരുന്ന ഒരു ഷോർട്ട് ഫിലിം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം അദ്ദേഹം വളരെ ഇതായിട്ട് പറയും, എത്രയോ പേരെ കാണിച്ചു, എല്ലാവരും അംഗീകരിച്ചു, ഇതെങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാകുന്നത് എന്ന്. അപ്പോൾ ഇത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു സിനിമയാണ്. സ്ത്രീകളെല്ലാം പഠിക്കണം എങ്ങനെയാണ് ഒരു ചതിക്കപ്പെടുന്നത് എന്ന്. ഇതിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇത് ചിലപ്പോൾ മനസ്സിലാവില്ല ഇതിനകത്ത് എന്താണ്, അത് സ്ത്രീകൾ അറിയേണ്ടതല്ലേ. അപ്പം പൊതുസമൂഹം മുഴുവൻ സിനിമ ഉണ്ടാക്കുന്നത് സ്ത്രീ പക്ഷമാണെന്ന് പറയുന്നത് മുഴുവൻ സ്ത്രീകൾക്ക് തരുന്ന ഉപദേശമാണ്. എന്തുപദേശം? നിങ്ങൾ പിന്നെ ഒരു തരത്തിലും ചതിക്കരുത്, വഴിവിട്ട് നടക്കരുത്, വേറെ സൗഹൃദങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ അമ്മ ജീവിച്ചിരുന്നത് അതിനൊരു വഴിയുണ്ട്, ആ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ അങ്ങനെ ആകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വപ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് ചിറക് വെച്ച് പറക്കണം, സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അവർക്ക് നാളെ മുതൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം പരിശുദ്ധരായിട്ടുള്ള ആളുകളാണെന്ന് ചിത്രീകരിക്കുകയല്ല ചെയ്യാൻ പോകുന്നത്. അതല്ല ചെയ്യേണ്ടത്, അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശം സ്ത്രീകളെ ചിത്രീകരിക്കരുത് എന്നുമല്ല, അതൊന്നുമല്ല പറയുന്നത്. അതല്ല, സ്ത്രീ എന്ന് പറയുന്ന ഒരു പുരുഷനൊപ്പം പരിഗണിക്കേണ്ടുന്ന സഹജീവിയാണ്. നിങ്ങൾക്ക് പുതയ്ക്കാനുള്ള ഒരു കമ്പിളി പുതപ്പല്ല, നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണവുമല്ല. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേർക്ക് കൈമാറാവുന്ന, നീ എടുത്തോടാ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് മറ്റേ നിങ്ങൾ രണ്ടും എനിക്ക് ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് ഒരു നറുക്കിട്ടെടുക്കുന്ന ഒരു സ്ത്രീ പോലും കാണൂല. സ്വന്തം ശരീരം വിൽക്കുന്നവർക്ക് പോലും രണ്ടുപേരെ കാണിച്ച് ആരെ വേണമെന്ന് പറയാനുള്ള പ്രാപ്തിയുണ്ട്. ബുദ്ധിയുള്ള സ്ത്രീകളെ കൂടെ നിങ്ങൾ കാണിക്കണം. വളരെ നന്ദി. സമയക്കുറവുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിച്ചത്. വളരെ നന്ദി ശ്രീമതി പാർവതി, ശ്രീ മനീഷ് നാരായണൻ, ശ്രീ ആഷി കപൂർ ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ എത്തിയതിന്. വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറുന്നൊരു മനോഭാവമല്ല ഇക്കാര്യം എന്നതുകൊണ്ട്, പക്ഷേ പൃഥ്വിരാജിനെയും ആഷി കപൂറിനെയും പോലുള്ള കൊമേഴ്ഷ്യൽ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാലം കൊണ്ട് ആ മനോഭാവ മാറ്റത്തിലേക്ക് സമൂഹം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. വളരെ നന്ദി അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുന്നതിന് മുമ്പ് പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയ സംഘപരിവാരത്തിനെതിരെ ആഞ്ഞടിച്ച് മംഗളൂരുവിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. 1 മണിക്കൂറോളം നീണ്ട പ്രസംഗം RSSനെതിരായ കുറ്റപത്രമായി. വിരട്ടലിന് മുന്നിൽ പതറില്ലെന്ന് പിണറായി. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. എതിരാളികളെ കൊന്നിട്ടുണ്ടെന്ന പ്രസംഗത്തിൽ കെ സുരേന്ദ്രനെതിരെ DGPക്ക് M സ്വരാജിന്റെ പരാതി. അപമാനിതയാകേണ്ടത് താനല്ല എന്ന പ്രഖ്യാപനവുമായി നടി പുതിയ സിനിമയിൽ അഭിനയിക്കാനെത്തി. നാളെ മാധ്യമങ്ങളെ കണ്ടേക്കും. അസാമാന്യ ധീരയായ സഹപ്രവർത്തകയോട് ആദരവെന്ന് പൃഥ്വിരാജ്. സ്ത്രീകളെ അപമാനിക്കുന്ന സിനിമകളുടെ ഭാഗമാകില്ലെന്നും പൃഥ്വിരാജ്. പ്രതികളെ നടി തിരിച്ചറിഞ്ഞു. പാടരുത് എന്ന നിബന്ധനയെ തുടർന്ന് ഗായിക വിജയലക്ഷ്മി വിവാഹത്തിൽ നിന്ന് പിന്മാറി. പ്രതിശ്രുത വരൻ മുന്നോട്ട് വെച്ചത് സംഗീതാധ്യാപികയാകാം, സംഗീത പരിപാടികൾ നടത്തരുത് എന്ന നിബന്ധന. പാടാതിരിക്കാനാവില്ലെന്ന് വിജയലക്ഷ്മി. ഉത്തർപ്രദേശിൽ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. അമേഠിയിലെയും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെയും 51 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. പൂനെ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 333 റൺസിന്. ഒക്കീഫെയ്ക്ക് 10 വിക്കറ്റ് നേട്ടം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി.